നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പാതിവില തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളന്തേശം ബ്ലോക്കുകളിലെ ജനങ്ങളുടെ പ്രതിഷേധ സംഗമം തൊടുപുഴയിൽ നടത്തി. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയുടെ മരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലമെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ആരോപിച്ചു. തട്ടേക്കണ്ണി ചെറിയാങ്കുന്നേൽ മോഹൻ എന്നയാളെ കഴിഞ്ഞ ദിവസം സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂൾ വാർഷികവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഭസ്മകാവടി ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. പാതിവില തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളന്തേശം ബ്ലോക്കുകളിലെ ജനങ്ങളുടെ പ്രതിഷേധ സംഗമം തൊടുപുഴയിൽ നടത്തി. തട്ടിപ്പിൽ പങ്കാളികളായ മുഴുവൻ പേരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം കണ്ടെത്തി തിരിച്ചു നൽകണമെന്നും ആവശ്യമുയർന്നു. ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് സമരം ശക്തമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സൺ ലിസി ബാബു, സുധീർ PA, നൂഹ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. പാതിവില തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളിലെ ജനങ്ങളുടെ പ്രതിഷേധ സംഗമം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ചേർന്നു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായി 350 പേർ പങ്കെടുത്തു. തട്ടിപ്പിൽ ക്രിയാത്മകമായ അന്വേഷണം നടത്തണമെന്നും മുഴുവൻ പരാതികളിലും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തട്ടിപ്പിൽ പങ്കാളികളായ മുഴുവൻ പേരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം കണ്ടെത്തി തിരിച്ചു നൽകണമെന്നും ആവശ്യമുയർന്നു. തൊടുപുഴയിലെ ആക്ഷൻ കൗൺസിൽ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് സമരം ശക്തമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ഈ തൊടുപുഴ നിയോജകമണ്ഡലത്തിന് കീഴിൽ തന്നെ ഏകദേശം 3000-നും 5000-നും ഇടയിൽ ആളുകൾക്ക് പണം ലഭിക്കാനുണ്ട്. പലപ്പോഴും പല ആളുകളും ആ പണം ലഭിക്കാനുള്ള കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. എനിക്കിന്നിവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ പണം തിരികെ കിട്ടുന്നവരെ നമ്മളുടെ കർത്തവ്യം, നമ്മളുടെ ചുമതല നമ്മൾ നിർവഹിക്കണം. കാരണം ഒരാൾക്ക് പോലും ഇവിടുത്തെ ഇപ്പോഴുള്ള സംവിധാനം വെച്ചുകൊണ്ട് നിങ്ങളുടെ പണം എടുത്തുകൊണ്ട് പോയതല്ലേ, പണം തട്ടിയെടുത്തുകൊണ്ട് പോയതല്ലേ, കബളിപ്പിച്ച് കൊണ്ടുപോയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനവും നിങ്ങൾക്ക് തിരിച്ചു തരില്ല. കാരണം നമ്മൾ പറയില്ലേ, നമ്മൾ വൺ സൈഡാണ്. ഈ പണം അങ്ങോട്ട് പോയതിനു ശേഷം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ പണമാണെങ്കിൽ കൂടിയും തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഭരണാധികാരികളും മനസ്സിൽ അവർക്കൊരു ചിന്ത ഉണ്ടാവണം. ഈ ജനത്തിന് പണം കൊടുക്കാതെ ഇനി തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നൊരു തോന്നൽ വന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ പണം തിരികെ ലഭിക്കും. അങ്ങനെ ലഭിച്ച ചരിത്രങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, ഒരു ED എടുത്തൊരു കേസിൽ കാരക്കോണം മെഡിക്കൽ കോളേജ് കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിൽ പണം തിരികെ കിട്ടിയെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പണത്തിന്റെ, ഞാൻ വിഷയാവതരണമായിട്ട് പറയുന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ പണം എന്ന് പറയുന്നത് ആരും കള്ളപ്പണം വെളുപ്പിക്കാൻ കൊടുത്തതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പൂഴ്ത്തി വെച്ചിരുന്ന പണം എടുത്ത് കൊടുത്തതല്ല. നിങ്ങൾ, പ്രത്യേകിച്ച് വനിതകൾ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തങ്ങളുടെ സ്വരുക്കൂട്ടിയ പണത്തിന്റെ ഒരു വിഹിതം എടുത്തുകൊണ്ട് കൊള്ളലാഭം ഉണ്ടാക്കാൻ പോയതല്ല. 50% പണം അടച്ചാൽ സബ്സിഡിയോടുകൂടി അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ CSR ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുക ആ ഭാഗമായി കിട്ടുന്ന പൈസയോടുകൂടി ചേർത്തുകൊണ്ട് ഒരു വണ്ടി മേടിക്കുവാൻ, അല്ലെങ്കിൽ വീട്ടിലൊരു ഗ്യാസ് സ്റ്റവോ അല്ലെങ്കിൽ ഹോം അപ്ലയൻസോ അല്ലെങ്കിൽ ഒരു വാട്ടർ പ്യൂരിഫയറോ അല്ലെങ്കിൽ ജൈവവളമോ അല്ലെങ്കിൽ കൃഷി ഉപകരണങ്ങളോ മേടിക്കുവാൻ വേണ്ടി പണം അടച്ചവരാ. നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കുറ്റക്കാരല്ല. ഞാൻ പറയുന്ന ആര് പറഞ്ഞാലും നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറ്റവും മാന്യമായി തൊഴിലെടുത്തുകൊണ്ട് തങ്ങളുടെ അധ്വാനത്തിന്റെ വിഹിതം ബാങ്ക് അക്കൗണ്ടിലൂടെ അയച്ചു കൊടുത്ത വ്യക്തികളാണ്. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സൺ ലിസി ബാബു, സുധീർ PA, നൂഹ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും രാജാക്കാട് നടത്തി. ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജ് എറണാകുളവും പൊതുസമ്മേളനം ഇടുക്കി ADM ഷൈജു P ജേക്കബും ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ജേഷ് P വർഗീസ് പ്രസിഡന്റായും മത്തായി രാജാക്കാട് സെക്രട്ടറിയായും ബഷീർ തൊടുപുഴ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു.
ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ എന്ന മുദ്രാവാക്യമുയർത്തി കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി പതാക ഉയർത്തിയതിനെ തുടർന്ന് പ്രതിനിധി സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സിറാജ് എറണാകുളം ഉദ്ഘാടനം ചെയ്തു. ഒരു ഇവിടുത്തെ ഭൂമിയെ പ്രസിദ്ധി പറയുമ്പോൾ ഈ 4 മേഖലകളിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു 4 വർഷത്തോളം അല്ലെങ്കിൽ 5 വർഷക്കാലത്തോളം സംഘടന ഇടയ്ക്ക് നീങ്ങിയ രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഭരണസമിതിയിൽ ബഹുമാന്യനായ ബഷീർ സാഹിബ്, അതുപോലെ രാജേഷ്, അസീസ് ഖാൻ തുടങ്ങിയ ആളുകളെ ഒരു വരവിലൂടെ നമ്മുടെ ഇടുക്കി ജില്ലയിലേക്കും മറ്റുള്ള സമാനമായ ജില്ലകളിലേക്ക് അതിന്റെ പ്രാതിനിധ്യത്തിലൂടെ നമുക്ക് മുൻപിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വിജയമെന്ന് അധികാരികളോട് ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രാജേഷ് പി വർഗീസ് സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ട്രഷറർ നിസാർ തലശ്ശേരി വരണാധികാരിയായി. പുതിയ ഭാരവാഹികളായി രാജേഷ് പി വർഗീസ് പ്രസിഡന്റ്, മത്തായി രാജാക്കാട് സെക്രട്ടറി, ബഷീർ തൊടുപുഴ ട്രഷറർ എന്നിവരടങ്ങുന്ന 17-അംഗ ജില്ലാ കമ്മിറ്റിയെയും 4-അംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ഉച്ചകഴിഞ്ഞ് നടന്ന പൊതുസമ്മേളനം ഇടുക്കി എ.ഡി.എം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇന്നിപ്പോൾ കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ കുടുംബ സംഗമമാണ്. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ എന്നുള്ളത്. അങ്ങനെ ഒരു ഇഷ്ടമുള്ളത്, ഒരു താല്പര്യമുള്ള ആ കുടുംബത്തിന്റെ ഒരു മഹാസംഗമം ഇവിടെ നടക്കുമ്പോൾ അതൊരു ഹൃദയത്തിന്റെ സ്വരമാണ്, ഹൃദയത്തിന്റെ ഐക്യതയാണ് എന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് കബീർ അടിമാലി അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. രാജാക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ KL സിബി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MC ബാവ സംഘടനാ വിശദീകരണം നടത്തി. ബാബു തൃശൂർ, റഹീം ആലപ്പുഴ, റഷീദ് കാലടി, ബാവ കട്ടക്കയം, നിഷാന്ത് ആലപ്പുഴ, അസീസ് തൊടുപുഴ, റാഫി തൊടുപുഴ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയുടെ മരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലമെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ആരോപിച്ചു. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയ്ക്ക് ജീവനൊടുക്കേണ്ടി വന്നത് സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും കെടുകാര്യസ്ഥത മൂലമാണെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ പറഞ്ഞു. സംസ്ഥാനത്ത് 16,000-ഓളം അധ്യാപകർക്ക് നിയമനം അംഗീകാരം നൽകാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ ഒരു അധ്യാപിക അലീന ബെന്നി എന്ന് പറയുന്ന 29 വയസ്സുള്ള ഒരു അധ്യാപിക കഴിഞ്ഞ 6 വർഷമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്തിരുന്നിട്ട് ആ അധ്യാപികയുടെ നിയമനത്തിന് അംഗീകാരം കൊടുക്കാതെ, അവർക്ക് ശമ്പളം നൽകാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഇടതുപക്ഷ എന്ന് പറയുന്നില്ല പിണറായി ഗവൺമെൻറ്റിൻ്റെ നിർവ്വകേടിനെതിരെയാണ് ഇന്ന് നിങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അലീന ബെന്നിയുടെ മരണത്തിന് ഉത്തരവാദി അത് പിണറായി വിജയനാണ്, അത് ശിവൻകുട്ടിയാണ്, അത് കേരളത്തിൻ്റെ DG ആണ്, കോഴിക്കോട് DD ആണ്, താമരശ്ശേരി AEO ആണ്. ഈ 6 പേരാണ് അലീന വിജയൻ്റെ മരണത്തിന് ഉത്തരവാദികൾ. ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഒരു കൊലക്കേസ് ഉണ്ടായാൽ, മരണമുണ്ടായാൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അതിൽ ആ പ്രേരണ ചെലുത്തുന്ന ആളുകളൊക്കെ
നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കയ്യാമം വെച്ച് കൊണ്ടുവരാൻ വ്യവസ്ഥയുള്ള നാടാണിത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം അലീന ബെന്നിയെ കൊലയ്ക്ക് കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് നയിക്കുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 6 വർഷമായി ജോലി ചെയ്യുകയാണ് ആ കുട്ടി. 6 വർഷമായി ജോലി ചെയ്യുന്ന അധ്യാപിക. അവർ വെറുതെ യോഗ്യതയിലാണ് ജോലി ചെയ്തവരല്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് അനുശാസിക്കുന്ന മുഴുവൻ യോഗ്യതകളുമുള്ള ഒരു ആളായിരുന്നു അലീന ബെന്നി. അവരെ നിയമിച്ച വിദ്യാലയങ്ങളിലും ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. പക്ഷെ സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച്, സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് താമരശ്ശേരി, കോടഞ്ചേരി എ.ഒമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ അപേക്ഷ, അവരുടെ നിയമനത്തിനുള്ള ആ ശുപാർശകൾ നിരന്തരം തള്ളി, 4ഉം 5ഉം പ്രാവശ്യം തള്ളി, പേപ്പറിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞ് തള്ളി അവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. KPSTA ജില്ലാ സെക്രട്ടറി സുനിൽ ടി തോമസ്, സംസ്ഥാന ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, സംസ്ഥാന കൗൺസിലർ സജി മാത്യു, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീമോൻ ഗോവിന്ദ്, ജിസം അലക്സ്, CBK ജോർജ്, ദീപു ജോസ്, രതീഷ് VR, ഷാജി മാത്യു, ഷിൻഡോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ജയ്സമ ജെയിംസ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തട്ടേക്കണ്ണി ചെറിയാംകുന്നേൽ മോഹൻ എന്നയാളെ കഴിഞ്ഞ ദിവസം സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടേക്കണ്ണി വലിയകുന്നത്ത് ഡെൽഫിന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് മോഹന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഡെൽഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തി. ഡെൽഫിൻ സ്ഥിരം അക്രമകാരിയാണെന്നും ഇയാൾ കൊല്ലുമെന്ന് ഭയന്നാണ് ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാത്തതെന്നും സമീപവാസികൾ പറഞ്ഞു. തട്ടേക്കാട് ചെറിയാംകുന്നേൽ മോഹനനെ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തട്ടേക്കണ്ണി വലിയ കുന്നത്ത് ഡെൽഫിന്റെ വീട്ടുമുറ്റത്താണ് തിങ്കളാഴ്ച രാവിലെ മോഹനന്റെ മൃതദേഹം കണ്ടെത്തിയത്. മോഹനന്റെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഡെൽഫിനെ തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഡെൽഫിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഡെൽഫിനും മോഹനനും ഒരുമിച്ച് ഡെൽഫിന്റെ വീട്ടിൽ മദ്യപിച്ചിരിക്കെ പ്രകോപിതനായ ഡെൽഫിൻ മോഹനനെ മർദ്ദിച്ച് മുറ്റത്ത് തള്ളിയിട്ട ശേഷം കതകടച്ച് കിടന്നു. പുലർച്ചെ മോഹനൻ വീട്ടുമുറ്റത്ത് ചലനമറ്റ് കിടക്കുന്നത് കണ്ട് ഡെൽഫിന്റെ ഭാര്യ അയൽവാസികളെ വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാരും മോഹനന്റെ മകനും ചേർന്ന് നേരിമംഗലം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഡെൽഫിൻ സ്ഥിരം അക്രമകാരിയാണെന്നും ഇയാൾ കൊല്ലുമെന്ന് ഭയന്നാണ് ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാത്തതെന്നും സമീപവാസികൾ പറഞ്ഞു. ഇയാളുടെ വീട്ടിൽ നിന്നും ശബ്ദം കേട്ട് അന്വേഷിക്കാൻ ചെന്നാൽ പിറ്റേന്ന് അവരുടെ വീട്ടിൽ വെട്ടുകത്തിയുമായി കയറി ചെന്ന് വധഭീഷണി മുഴക്കാറുണ്ട്. ഇതോടെ ഡെൽഫിന്റെ വീട്ടിൽ നിന്നും എത്ര വലിയ ബഹളം കേട്ടാലും അയൽക്കാർ ശ്രദ്ധിക്കാതായി. നീ മനഃപൂർവ്വം കൊന്നല്ലേ? പിന്നെ എന്നിട്ട് എന്തൊക്കെ ആ മനുഷ്യന്റെ കരൾ മുറിഞ്ഞകത്ത് കിടക്കായിരുന്നു. അതുപോലൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ കൊള്ളാം? നീ അങ്ങനെ ചെയ്തില്ലേ പിന്നെ എങ്ങനെ അയാൾ മരിക്കുന്നത്? ഇവിടെ നിനക്ക് തൊട്ടടുത്ത് മകനുണ്ട്. മകനെ വിളിച്ച് നിനക്ക് പറയാമായിരുന്നില്ലേ ഇത് ഈ മനുഷ്യന് ഇവിടെ വെക്കണം, നടക്കണ്ടാക്കും, അല്ലെങ്കിൽ കൊണ്ടുപോക്കോ, ഇത്തിരി പൂസായി പോയി എന്നൊക്കെ പറയാമായിരുന്നു. നിനക്ക് അതിനുള്ളൊരു മാന്യത പോലും ഇല്ലാതെ പോയി. സ്വന്തം വീട്ടിൽ വരുന്ന ആളെ കൊല്ലി. നീ അല്ലേ വിളിച്ചോണ്ട് വന്നത്? നീ വിളിച്ചോണ്ട് വന്നതല്ലേ? അതെ. എന്നിട്ട് നിനക്ക് കൊല്ലാൻ കൊള്ളാവോ? നിരവധി അയൽവാസികൾ ഇയാളുടെ അക്രമത്തിനിരയായതായി അയൽക്കാർ പറഞ്ഞു. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം കരിമണൽ പോലീസ് ഇൻസ്പെക്ടർ KS സുരേഷ് കുമാർ, SIമാരായ രാജേഷ്, ജോളി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. തുടർന്ന് പ്രതിയെ ഇടുക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ്. ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കി സമരം അവസാനിപ്പിക്കണമെന്ന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ഭാരവാഹികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് ജോസ് പാലിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തിന് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ആശാവർക്കർമാർ നിലനിൽപ്പിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിവരികയാണ്. കോവിഡ് കാലത്ത് അവർ ചെയ്ത സേവനം മനസാക്ഷിയുള്ള ആർക്കും മറക്കുവാൻ കഴിയുന്നതല്ല. ഇപ്പോഴും നാടിനുവേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന ഇവരുടെ വീടുകൾ ഇന്ന് പട്ടിണിയിലാണ്. ചെയ്ത ജോലിക്ക് ലഭിക്കുവാനുള്ള ശമ്പളമാണ് അവർ ആവശ്യപ്പെടുന്നത്. വിശപ്പടക്കുവാനുള്ള ഇവരുടെ പോരാട്ട സമരത്തിന് സംഘടന പരിപൂർണ്ണ പിന്തുണ നൽകി വരികയാണ്. ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കി സമരം അവസാനിപ്പിക്കണമെന്ന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. 2020 മഹാമാരിയായിരുന്ന കോവിഡ് കാലഘട്ടങ്ങളിൽ ഈ നാടിനെ സംരക്ഷിക്കാനായിട്ട് അരയും തലയും മുറുക്കി അവരുടെ ജീവൻ വരെ വെടിയാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് വന്ന ആളുകളാണ് ആശാ വർക്കേഴ്സ്. ആ ആശാ വർക്കേഴ്സിന്റെ ന്യായമായ ആവശ്യങ്ങൾക്കെതിരെ കണ്ണടച്ചിരിക്കുന്ന ഈ സർക്കാരുകൾ, രാഷ്ട്രീയ പാർട്ടികളും അവരുടെ
തീരുമാനങ്ങളിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ സമരത്തിന് ആ സമരം ന്യായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നടത്തിക്കൊടുക്കണമെന്ന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആവശ്യപ്പെടുകയാണ്. അഡ്വക്കേറ്റ് ജോസ് പാലിയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ റെജി ഞള്ളാനി, ആന്റോ മാങ്കുട്ടം, VC സുനിൽ, സണ്ണി മണ്ണാർക്കാട്ട്, സേവ്യർ AC, അഡ്വക്കേറ്റ് ബോബി പോൾ ഓടി, കുര്യാക്കോസ്, അഗസ്റ്റിൻ VA, CJ മാത്യു, തോമസ് ചാക്കോ, പ്രൊഫസർ PC ദേവസ്യ, അഡ്വക്കേറ്റ് ജോസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സ്പോർട്സ് ഡേയും ഫുഡ് ഫെസ്റ്റിവലും സംഘടിപ്പിച്ചു. സ്പോർട്സ് ഡേയുടെയും ഫുഡ് ഫെസ്റ്റിവലിന്റെയും ഉദ്ഘാടനം ന്യൂമാൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മുൻ തലവൻ ബെന്നി മാത്യു നിർവഹിച്ചു. ഫുഡ് ഫെസ്റ്റിവലിൽ 15ഓളം സ്റ്റാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സ്പോർട്സ് ഡേയും ഫുഡ് ഫെസ്റ്റിവലും സംഘടിപ്പിച്ചു. കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും വിദ്യാർത്ഥികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റ് സംഘടിപ്പിച്ചു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മുൻ തലവൻ ബെന്നി മാത്യു സല്യൂട്ട് സ്വീകരിച്ചു. സ്പോർട്സ് ഡേയുടെ ഉദ്ഘാടന പതാക ഉയർത്തി പ്രൊഫസർ ബെന്നി മാത്യു നിർവഹിച്ചു. പറയാൻ കാരണം നിങ്ങൾ ഇദ്ദേഹത്തെ ത്യാഗത്തിനെ ഓർത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്പോർട്സിലേക്ക് കാണിച്ച ഈ ആഭിമുഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോൾ ജോലി കിട്ടുവാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്പോർട്സിനോടുള്ള സ്നേഹം, പ്രേമം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തുറമുഖ മേഖലയിലും നിങ്ങൾ എത്തിപ്പെടുമ്പോൾ അവിടെ കാണിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും. സുഭിക്ഷം എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവൽ പ്രൊഫസർ ബെന്നി മാത്യു നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. 15ഓളം സ്റ്റാളുകളാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത്. കപ്പയും ചേമ്പും മുതൽ പൊറോട്ടയും പാനിപൂരിയും വരെ വിദ്യാർത്ഥികൾ സ്റ്റാളുകളിൽ ഒരുക്കിയിരുന്നു. ലൈവായി പൊറോട്ട അടിച്ച് വിതരണം ചെയ്യുവാൻ വരെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ജെന്നി കെ അലക്സ്, വൈസ് പ്രിൻസിപ്പൽ സാജു എബ്രഹാം, സ്റ്റാഫ് സെക്രട്ടറി ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു, ബർസാർ ബെൻസൺ N ആന്റണി, ED ക്ലബ് കോർഡിനേറ്റർ ബോണി ബോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂൾ വാർഷികവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസി തെക്കേക്കുറ്റ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ഹണി V ഫ്രാൻസിസ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി, തൊടുപുഴ പോലീസ് SHO S മഹേഷ് കുമാർ ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തൊടുപുഴ പ്രതീക്ഷാഭവൻ സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. പ്രതീക്ഷാഭവനെ സംബന്ധിച്ചിടത്തോളം പേരുകൊണ്ട് തന്നെ പ്രതീക്ഷയാണ്. ജീവിതത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷകൾ പങ്കുവെക്കപ്പെടുന്ന, എല്ലാത്തരം പ്രയാസഘട്ടങ്ങളിൽ നിന്നും ഒത്തുചേർന്ന് നല്ല ഒരു നാളേക്ക് വേണ്ടി സ്വപ്നം കാണുന്ന പ്രതീക്ഷയാണ് പ്രതീക്ഷാഭവനിലുള്ളത്. ഈ അവസരത്തിൽ ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ മാതൃകാ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ പ്രസ്ഥാനം അതിൻ്റേതായ നിലയിൽ നാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും സാധാരണക്കാരായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതായ പ്രതീക്ഷയുടെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. തീർച്ചയായും ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗം മറ്റൊരു തെറ്റിൻ്റെയും പേരിലല്ല, ദൈവം നൽകിയ ഒരു വലിയ സമ്മാനമായി നമ്മളത് ഏറ്റെടുക്കുകയാണ്. ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവഗണനയല്ല, ഒരിക്കലും അതിനെ മാറ്റി നിർത്തേണ്ടതല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ഭാഗമായി മുഖ്യധാരയിൽ തന്നെ ചേർത്തു നിർത്തിക്കൊണ്ട് അവരുടെ കഴിവുകൾ എല്ലാ നിലയിലും സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഇന്ന് പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുള്ളത്. സർക്കാർ തലത്തിൽ ഉള്ള നയ സമീപനങ്ങളും പരിപാടികളുമെല്ലാം ആ ഒരു തലത്തിൽ തന്നെയാണ് ചിന്തകൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളും അവരുടെ എല്ലാ തരത്തിലുമുള്ള പെർഫോമൻസുകൾ കാണുമ്പോൾ സത്യത്തിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ എത്രയോ പിറകിലാണ് എന്നുള്ളതാണ്. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസി തെക്കേക്കൂറ്റ്,
പ്രിൻസിപ്പൽ സിസ്റ്റർ ഹണി വി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് ടിജിൻ ടോം, MPTA പ്രസിഡന്റ് ത്രേസ്യാമ്മ മത്തായി, തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോനപ്പള്ളി വികാരി ഫാദർ സ്റ്റാൻലി കുന്നിൽ, ദീപിക കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണംചിറ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, തൊടുപുഴ പോലീസ് SHO S മഹേഷ് കുമാർ, കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൈദൻ സ്റ്റീഫൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, സോക്കർ സ്കൂൾ ഡയറക്ടർ PA സലീംകുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വാർഷികാഘോഷത്തിന് കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഭസ്മകാവടി ഘോഷയാത്ര നടന്നു. മൂകാംബി സന്നിധിയിൽ നിന്നും ചെണ്ടമേളത്തിന്റെയും ആട്ടക്കാവടിയുടെയും അകമ്പടിയോടെ നടന്ന ഭസ്മകാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വെങ്ങല്ലൂർ UP സ്കൂളിൽ 2 പെഡസ്റ്റൽ ഫാൻ സ്പോൺസർ ചെയ്ത റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോബ് K ജേക്കബിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ക്ലബ് സെക്രട്ടറി ബെന്നി ജോസ്, ട്രഷറർ ഡോക്ടർ CV ജേക്കബ്, ക്ലബ് മെമ്പർ ഡോക്ടർ ബിജു ചെമ്പരത്തി, വാർഡ് കൗൺസിലർ നിധി മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തുടങ്ങനാട് സെന്റ് തോമസ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജിമ്മി മറ്റത്തിപ്പാറയെ UAE-ലെ ഫുജൈറ ഇന്ത്യൻ സ്കൂളിൽ SSLC ചീഫ് എക്സാമിനറായി സർക്കാർ നിയമിച്ചു. കേരള കോൺഗ്രസ് M തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റും കേരള കോൺഗ്രസ് M-ന്റെ അധ്യാപക സംഘടനയായ KSSTF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ജിമ്മി മറ്റത്തിപ്പാറ. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ അധ്യാപക സംഗമവും സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിലെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇസബല്ല ജോഷി ഉദ്ഘാടനം ചെയ്തു. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും പൂർവ്വ അധ്യാപക സംഗമവും സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇസബല്ല ജോഷി ഉദ്ഘാടനം ചെയ്തു.
ഞാൻ ഇവിടെ കന്നുവന്ന് ഇതിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച സാഹചര്യത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ എല്ലാവരും അനുവാദത്തോടുകൂടി ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ ജൂബിലി സമാപന സന്ദേശവും ജൂബിലി ആന്തം പ്രകാശനവും നിർവഹിച്ചു. നമുക്കൊക്കെ അറിയാം, നമ്മളെവിടെയായിരുന്നാലും ഞാനും നിങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും നമ്മുടെ പൂർവികർ, നമ്മുടെ പിതാമഹന്മാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെയും അധ്വാനിച്ചതിൻ്റെയും പരിണതഫലമാണ്. അത് വീട്ടിലായാലും സമൂഹത്തിലായാലും സ്ഥാപനങ്ങളിലായാലും ഒക്കെ അതാണ്. മുൻകാലഘട്ടങ്ങളിൽ അവിടെ സേവനം ചെയ്ത് കടന്നുപോയവരുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും അവരുടെ കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഫലങ്ങൾ അനുഭവിക്കുന്നത് തുടർന്നു വരുന്ന തലമുറയിലെ ആളുകൾ നമുക്കറിയാം. ഇന്ന് കാളിയാർ സെൻറ് മേരീസ് എൽ പി സ്കൂളും ഒത്തിരിയേറെ കുട്ടികളുമായി ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി കോതമംഗലം രൂപതയിലെയും ഇടുക്കി വിദ്യാഭ്യാസ ജില്ലയുടെയൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഇവിടെ പഠിപ്പിച്ച് കടന്നുപോയവരും ഇവിടെ കാലാകാലങ്ങളിൽ മാനേജർമാരായിരുന്നവരും പ്രധാന അധ്യാപകരായിരുന്നുകൊണ്ട് സ്കൂളിന് നേതൃത്വം കൊടുക്കുന്നവരുടെയൊക്കെ പ്രയത്നഫലമാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സൽജി ഇമാനുവൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ്, പ്രിൻസിപ്പൽ ലൂസി ജോർജ്, ഹെഡ് മാസ്റ്റർ ജോ ജോർജ്, ജിൻസി ടി ജോസ്, PTA പ്രസിഡന്റ് മനു PS, MPTA പ്രസിഡന്റ് നാൻസി മിഥുൻ എന്നിവർ ആശംസയും സ്കൂൾ ലീഡേഴ്സ് ദിൽഷ ദിലീഷ് കൃതജ്ഞതയും അറിയിച്ചു. വാർഡ് മെമ്പർ ഇസബല്ല ജോഷി സ്കൂൾ കലണ്ടറിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ് ഡിജിറ്റൽ മാഗസിന്റെയും പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകർക്ക് ആദരവൊരുക്കി ഇന്റർ സ്കൂൾ ഡ്രോയിംഗ് കോമ്പറ്റീഷൻ വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും എൻഡോമെന്റ് വിതരണവും നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. എന്തൊരു മഴയാണിത്! ഇങ്ങളേറ്റ് ആ പാടിയിലെ വീട്ടുകാരെ കൂടി വിളിച്ച് മേപ്പോട്ട് കയറി ചെല്ലാൻ. നല്ല ഒഴുക്കുണ്ട്. ഉരുൾ പൊട്ടിയെന്ന് തോന്നുന്നു. ഞാൻ ഇനി ആരെയിലുണ്ടെന്ന് നോക്കിയിട്ടും വരാം. എടാ മോനെ അരുണേ, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടി വരാം. വേണ്ട രാമേട്ട, നല്ല ഒഴുക്കുണ്ട്. ഈ മഴയും വെള്ളവും അത്ര പന്തിയല്ല. ഞാൻ വണ്ടിയും കൊണ്ട് പോയേച്ചും വരാം. JC ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ JC ഡാനിയൽ ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മികച്ച ക്യാമറാമാനുള്ള എക്സലൻസി പുരസ്കാരം സുഭാഷ് ജോർജും വാണിരത്ന പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തിയും ഏറ്റുവാങ്ങി. അഭിനയ കുലപതി പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറും ചലച്ചിത്ര പിന്നണി ഗായിക പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിയും സ്വീകരിച്ചു. JC ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 125ാമത് JC ഡാനിയൽ ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവി
സിനിമയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കലാകാരൻ ശ്രീ ഡാനിയൽ. കേരളത്തിൽ നിന്നുള്ള ആദ്യ ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു അദ്ദേഹം എന്നത് ചരിത്രത്തിൻ്റെ ഭാഗം. സിനിമാ ലോകത്തെ പ്രമുഖരായ വ്യക്തികളാണ്. മലയാള സിനിമയുടെ പിതാവ് എന്ന് ആ ബഹുമതിക്ക് സർവഥാ യോഗ്യനായ ഡാനിയൽ. അദ്ദേഹത്തിൻ്റെ ജീവിതം നിഷ്കളങ്കമായ സേവനത്തിൻ്റെ, സഹോദരത്തിൻ്റെ, കലാബോധത്തിൻ്റെ, സാംസ്കാരികതയിലൊക്കെ തന്നെ എല്ലാ ഹൃദയഭാവങ്ങളെയും പ്രതിധ്വനിപ്പിക്കുന്ന ഡാനിയൽ ചേട്ടൻ്റെ ജീവിതം വാസ്തവത്തിൽ പഠനപരമായി വിലയിരുത്തപ്പെടേണ്ടതാണ് എന്ന് മാത്രം ഞാൻ ഒറ്റ വാക്കിൽ സൂചിപ്പിക്കാം. ചടങ്ങിൽ മികച്ച ക്യാമറാമാനുള്ള എക്സലൻസി പുരസ്കാരം സുഭാഷ് ജോർജ് ഏറ്റുവാങ്ങി. കവി എന്ന ചിത്രത്തിലൂടെ കുട്ടികളുടെ സിനിമയിൽ ക്യാമറാമാനായി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സുഭാഷ് ജോർജിന് ക്യാമറാമാനുള്ള എക്സലൻസി പുരസ്കാരം നൽകി ആദരിക്കുന്നു. JC ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ വാണിരത്ന പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തി ഏറ്റുവാങ്ങി. അഭിനയ കുലപതി പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറും സ്വീകരിച്ചു. ചലച്ചിത്ര പിന്നണി ഗായിക പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിയും ഏറ്റുവാങ്ങി. ദൃശ്യമാധ്യമ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും പുരസ്കാരം ഏറ്റുവാങ്ങി. വൈക്കം വിജയലക്ഷ്മി നയിച്ച മ്യൂസിക് നൈറ്റ് പരിപാടിയുടെ മാറ്റുകൂട്ടി. ശാലിനി എസ് ദൃശ്യമാധ്യമ രംഗത്തെ സോഫ്റ്റ് സ്റ്റോറിക്കുള്ള JC ഡാനിയൽ പുരസ്കാരം ജനം TVയിലെ ശ്രീ ശാലിനി എസിന് JC ഡാനിയൽ ഫൗണ്ടേഷൻ നൽകി ആദരിക്കുന്നു. ഡാൻ കുര്യൻ ദൃശ്യമാധ്യമ രംഗത്തെ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാതിവില തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളന്തേശം ബ്ലോക്കുകളിലെ ജനങ്ങളുടെ പ്രതിഷേധ സംഗമം തൊടുപുഴയിൽ നടത്തി. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയുടെ മരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലമെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ആരോപിച്ചു. തട്ടേക്കണ്ണി ചെറിയാങ്കുന്നേൽ മോഹൻ എന്നയാളെ കഴിഞ്ഞ ദിവസം സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. തൊടുപുഴ പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂൾ വാർഷികവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഭസ്മകാവടി ഘോഷയാത്ര നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.